ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമഃ. ഓം സീതാരാമായ നമഃ. നമസ്തേ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രാമായണ കഥകളിലെ ഭാഗം 6, താടകാവധം, അഹല്യ ശാപമോക്ഷം. വിശപ്പും ദാഹവും അറിയാതിരിക്കാനുള്ള ബല അതിബല മന്ത്രങ്ങൾ ജപിച്ച് കുമാരന്മാർ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ഗംഗ കടന്ന് താടകാവനം എത്തി. അപ്പോൾ മുനി ഉള്ളിൽ എന്തോ പറയാൻ ഒളിപ്പിച്ച വണ്ണം ഒന്ന് ചിരിച്ചുകൊണ്ട് രാമനോടായി പറഞ്ഞു: കുമാര, കാമരൂപിണിയായ താടക എന്ന രാക്ഷസ സ്ത്രീ വാഴുന്ന സ്ഥലമാണിവിടം. ഇതുവഴി ആരും തന്നെ പോകാറില്ല. അവളെ പിടിച്ചാരും നേർവഴി നടപ്പില. ഭുവനവാസീജന ഭുവനേശ്വര പോറ്റി. അവളെ നീ കൊല്ലണം, അതിൽ ഒരു സംശയവും വേണ്ട. ഇതു കേട്ടപ്പോൾ രാമൻ ഒരു ചെറു ഞാണൊലി ചെയ്തു. അപ്പോൾ ലോകമെല്ലാം ഒന്ന് വിറച്ചു. ഈ ഞാണൊലി ശബ്ദം കേട്ട് കോപിച്ച് പെട്ടെന്ന് അവരെ ഭക്ഷിപ്പാനായി ആ ഭയങ്കരി അടുത്തു വന്നു. അപ്പോൾ രാമൻ അവളുടെ മാറിലേക്കൊരു ബാണമയച്ചു. ഇത് ചെന്ന് തറച്ച് ഒരു വലിയ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക ഭൂമിയിൽ പതിച്ചു. അപ്പോൾ സ്വർണ്ണ രത്നാഭരണങ്ങൾ അണിഞ്ഞ് സുന്ദരിയായ ഒരു യക്ഷിയെ കണ്ടു. ശാപത്താൽ നക്തഞ്ചരിയായ അവർക്ക് ശ്രീരാമനിൽ നിന്ന് ശാപമോക്ഷവും കിട്ടി. ഇവിടെ വധിക്കപ്പെട്ടത് താടക എന്ന ആ രാക്ഷസിയാണ്. അതിൽ പിന്നെ കൗശികമുനി ദിവ്യാസ്ത്ര പ്രയോഗങ്ങളെല്ലാം രാമന് ഉപദേശിച്ചു കൊടുത്തു. രാത്രിയിൽ വനത്തിൽ തന്നെ അവർ കഴിച്ചുകൂട്ടി കാമാശ്രമേ. പിറ്റേ ദിവസം സന്ധ്യാവന്ദനം കഴിഞ്ഞ് പുലർകാലെ തന്നെ അവർ യാത്ര തുടർന്നു. സിദ്ധാശ്രമത്തിലെത്തിയ അവരെ അവിടെയുള്ള മുനിമാരെല്ലാം ചേർന്ന് എതിരേറ്റു. അവർ പരസ്പരം വന്ദിച്ചു. വളരെ സ്നേഹത്തോടെ തന്നെ മുനിമാർ കുമാരന്മാരെ സൽക്കരിച്ചു. ഒന്ന് വിശ്രമിച്ച ശേഷം രാമൻ വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു: യാഗം തുടങ്ങിക്കോളൂ, ഞങ്ങൾ രക്ഷിക്കാം വിഘ്നം കൂടാതെ. ദുഷ്ടരായ നിശാചരന്മാരെ കാട്ടിത്തന്നാൽ ഞങ്ങൾ നിഗ്രഹിച്ചു കൊള്ളാം എന്നുറപ്പു നൽകി. യാഗം തുടങ്ങിയതും നക്തഞ്ചരന്മാർ മേൽഭാഗത്തു നിന്നും രക്തവൃഷ്ടി തുടങ്ങി. അപ്പോൾ തന്നെ രാമദേവൻ 2 ശരങ്ങൾ എയ്തു. അത് മാരീച സുബാഹുക്കളുടെ നേരെ ചീറിപ്പാഞ്ഞു. സുബാഹു അപ്പോൾ തന്നെ മരിച്ചു വീണു. മാരീചൻ ഓടിപ്പോകാൻ ശ്രമിച്ചു. പോകുന്നിടത്തെല്ലാം ഈ അസ്ത്രം ദഹിപ്പിക്കാനായി പിന്തുടർന്നു. അവസാനം മറ്റെങ്ങും ശരണമില്ലാതെ ശ്രീരാമൻ്റെ കാൽക്കൽ തന്നെ അഭയം പ്രാപിച്ചു. മറ്റുള്ളവരെയെല്ലാം രാമനും സൗമിത്രിയും കൂടി ശരമേതു കൊന്നു. ഇതറിഞ്ഞ ദേവകൾ സന്തോഷാതിരേകത്താൽ പുഷ്പവൃഷ്ടി നടത്തി. ദേവദുന്ദുഭികൾ മുഴക്കി. യക്ഷ കിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ എല്ലാവരും കൈകൂപ്പി സ്തുതിച്ചു, ആനന്ദിച്ചു. ഈ സമയം ഇതെല്ലാം കണ്ടുനിന്ന വിശ്വാമിത്ര മഹർഷി കുമാരന്മാരെ പിടിച്ചു മടിയിലിരുത്തി ആനന്ദക്കണ്ണീരോടെ ആശീർവദിച്ചു. ഈ ഒരു ദുഷ്ട
രാക്ഷസ നിഗ്രഹം നടത്തി യാഗത്തെ രക്ഷിക്കാനായിരുന്നു കുമാരന്മാരെ മാതാപിതാക്കളിൽ നിന്നും കൊണ്ടുപോന്നത്. അത് സാക്ഷാത്കരിച്ചതിലുള്ള സന്തോഷമായിരുന്നു നമ്മളിപ്പോൾ വിശ്വാമിത്ര മഹർഷിയിൽ കണ്ടത്. എല്ലാവരും ആനന്ദത്തോടെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഓരോരോ പുരാണങ്ങൾ പറഞ്ഞ് 3 ദിനം പിന്നിട്ടു. 4-ാം ദിവസം പറഞ്ഞു, ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു മഹായജ്ഞം നടക്കുന്നുണ്ട്. കാലം കളയാതെ നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ കീർത്തി കേട്ട ഒരു ത്രയംബകം വില്ലുണ്ട് മഹേശ്വരൻ്റെ. അത് നിത്യവും രാജാക്കന്മാർ പൂജിച്ചു പോരുന്നതാണ്. ആ വലിയ ധനുരത്നം ഭവാൻ ഒന്ന് കാണുക തന്നെ വേണം എന്ന് താപസേന്ദ്രന്മാർ അറിയിച്ചു. അതുപ്രകാരം വിശ്വാമിത്ര മഹർഷി രാജകുമാരന്മാരോടൊന്നിച്ച് യാത്ര തുടർന്നു. ഗംഗാതീരത്തിനടുത്ത് ഗൗതമാശ്രമം, അതിമനോഹരവും ആനന്ദപ്രദവുമായ പ്രദേശം. ഈ ആശ്രമയോഗ്യമായ നാനാജന്തുവർജിതമായ ഈ സ്ഥലം എത്ര മനോഹരമാണ്! എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് കുമാരൻ ആരാഞ്ഞു. ഇതു കേട്ട വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ആ പുരാവൃത്തം ഞാൻ പറയാം കുമാര, അങ്ങ് കേട്ടാലും. യാതൊരു ഇളക്കവുമില്ലാത്ത തപസ്സുള്ള ഗൗതമമുനി ആശ്രമത്തിൽ കഴിയുന്ന കാലം ലോകസുന്ദരിയായ അഹല്യയെ വിധാതാവ് ബ്രഹ്മാവ് ഗൗതമമുനിക്ക് കൊടുത്തു. ഭർത്തൃശുശ്രൂഷയ്ക്കും ബ്രഹ്മചര്യാദി കാര്യങ്ങൾക്ക് യാതൊരു മുടക്കവും കൂടാതെ പരിപാലിച്ചിരുന്ന അഹല്യയോടൊന്നിച്ച് വളരെ കാലം ആശ്രമത്തിൽ കഴിച്ചുകൂട്ടി. ഒരു ദിവസം ദേവേന്ദ്രൻ ആകാശമാർഗെ സഞ്ചരിക്കുമ്പോൾ സുന്ദരിയായ അഹല്യയെ കണ്ടു മോഹിച്ചു. എങ്ങനെയെങ്കിലും അവരെ പ്രാപിക്കണമെന്നൊരു മോഹം മാത്രം. അങ്ങനെ ഒരു ദിവസം സന്ധ്യാവന്ദന സമയത്ത് ഗൗതമമുനി സന്ധ്യാവന്ദനത്തിന് പോയപ്പോൾ രൂപം മാറി വന്ന് അഹല്യയെ പ്രാപിച്ചു. സന്ധ്യാവന്ദനം കഴിഞ്ഞു വന്ന ഗൗതമമുനി കണ്ടയാളോട് ചോദിച്ചു, ആരാണ് നിർലജ്ജനായി എൻ്റെ രൂപം ധരിച്ചിവിടെ വന്നത്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഭസ്മമാക്കും. അദ്ദേഹം നടന്ന കാര്യം സ്വർലോകാധിപനായ ദേവേന്ദ്രനാണിതെന്നും അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണെന്നും പറഞ്ഞ് ക്ഷമ ചോദിച്ചു ദേവേന്ദ്രൻ. താപസേന്ദ്രനായ ഗൗതമമുനി ദേവേന്ദ്രനെ അപ്പോൾ തന്നെ ശപിച്ചു. ആശ്രമത്തിനകത്തു കടന്ന മഹാമുനി വേവതുപൂണ്ടു നിൽക്കുന്ന അഹല്യയാണ് കണ്ടത്. ദുർവൃത്തെ, നിന്റെ സാമർഥ്യം വളരെ നന്നായിട്ടുണ്ടെന്നും ഈ ദുഷ്കൃതം ഇല്ലാതാകുവാൻ ദുർധര മഹാവ്രതം കൈക്കൊള്ളണമെന്നും രാമപാദങ്ങളെ ആശ്രയിച്ച് ശിലയായി ഇവിടെ തന്നെ കഴിയണമെന്നും ശപിച്ചു. മഴയും വെയിലും അന്നവും വെള്ളവും ഒന്നും ഇല്ലാതെ, ജന്തുക്കളുടെയൊന്നും ഉപദ്രവമില്ലാതെ ഈ കാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടണമെന്ന് പറഞ്ഞു. അതുകാരണമാണ് അവിടെ ജന്തു മൃഗസഞ്ചയങ്ങളൊന്നും വരാത്തത്. കാലം കുറേ കഴിയുമ്പോൾ രാമദേവനും അനുജനും ഇവിടേക്ക് വരും. അപ്പോൾ നിന്റെ ദുരിതങ്ങളെല്ലാം തീരും. പിന്നെ നീ ഭക്തിയോടെ രാമദേവനെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ട് കൂപ്പി സ്തുതിക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷവും ലഭിക്കും. ശാപമോക്ഷം കിട്ടി നല്ല മനസ്സായാൽ എന്നെയും ശുശ്രൂഷിക്കാം. ഇതായിരുന്നു ഗൗതമമുനി ശപിച്ച് ശാപമോക്ഷം എങ്ങനെ കിട്ടുമെന്ന് അപ്പം തന്നെ പറയുകയും ചെയ്തു. ഈ പ്രദേശമാണ് മുനിയും
രാമൻ, ലക്ഷ്മണൻ ഇവരെല്ലാവരും കൂടി അതിമനോഹരമായ പ്രദേശം എന്ന് പറഞ്ഞത് ഈ സ്ഥലത്തെ ആയിരുന്നു. ഇതാണ് മുനി പറഞ്ഞു കൊടുത്ത ആ കഥ. ഇനി അഹല്യ ഇവിടെ ശിലയായി കഴിയുന്നു. രാമൻ്റെ വരവുമോർത്ത് സന്താപത്തോടെ ഘോരമായ തപസ്സിൽ മുഴുകിക്കഴിയുകയായിരുന്നു. ഈ ശില കണ്ടപ്പോൾ ഇന്നു തന്നെ അവരുടെ സന്താപമെല്ലാം അകറ്റി നിർമ്മലയാക്കണം എന്ന് മുനി രാമനോട് ഉപദേശിച്ചു. കുമാരൻ്റെ കൈയും പിടിച്ച് കയറി വരുമ്പോഴാണ് മുറ്റത്ത് ശിലാരൂപം രാമൻ കാണുന്നത്. ഭഗവാന്റെ പാദസ്പർശം ഏറ്റപാടെ ശാപമോക്ഷം ലഭിച്ചു. അപ്പോൾ അഹല്യാദേവിക്ക് ശ്രീരാമനെ കാണാൻ കഴിഞ്ഞു. ആമോദത്തോടെ ആ കോമളകുമാരൻ മുനിപത്നിയെ വണങ്ങി. അഹല്യാദേവി കുമാരനെ കണ്ടത് പീതാംബരധാരിയായി ചാപമാണങ്ങളോടും ശ്രീവക്ഷസ്സോടും സുസ്മിതമായ മുഖത്തോടും വക്ഷസ്സിൽ ശ്രീവത്സത്തോടും നീലമണി സങ്കാശമായ ഗാത്രത്തോടും 10 ദിക്കിലും നിറഞ്ഞ കാന്തിയോടെയും ഭക്തവത്സലനായ സാക്ഷാൽ ശ്രീരാമദേവനെ കാണാൻ കഴിഞ്ഞു അഹല്യാദേവിക്ക്. തൻ്റെ പതിയായ ഗൗതമ തപോധനൻ പണ്ട് പറഞ്ഞത് അപ്പോൾ അഹല്യാദേവിക്ക് ഓർമ്മ വന്നു. സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണിത്, ജഗന്നാഥൻ, പത്മജാമനോഹരൻ. ഇങ്ങനെ ചിന്തിച്ച് എണീറ്റ് ഉടൻ അർഘ്യങ്ങൾ കൊണ്ട് പൂജിച്ചു. സന്തോഷാശ്രുക്കൾ ഒഴുകുന്ന കണ്ണുകളോടെ ദുഃഖം അകറ്റി ദണ്ഡ നമസ്കാരവും ചെയ്തു. സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെ കണ്ട സന്തോഷത്താൽ ആനന്ദത്തിലാറാടി അഹല്യാദേവി ശ്രീരാമദേവനെ സ്തുതിച്ചു. എത്ര കുത്രാവി വസിച്ചിടിലുമെല്ലാ നാളും പുൽത്തളീരടികളിലിളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല. നമസ്തേ നമോ നമ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഹൃഷീകേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ. സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപദേ. ഇങ്ങനെ തുടങ്ങി അഹല്യാദേവി ശ്രീരാമനെ സ്തുതിച്ചു. ജഗന്നാഥ, അങ്ങയെ കണ്ടതുമൂലം ഞാൻ കൃതാർത്ഥയായി. മറ്റാർക്കും കിട്ടാത്ത ഭഗവത് പ്രീതി എനിക്ക് ലഭിച്ചതിൽ, അങ്ങയുടെ പാദസ്പർശമേറ്റതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ്. എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ അങ്ങയുടെ പൊൽത്തളിരടികളെ മനസ്സിൽ കണ്ടുകൊണ്ട് എത്ര വേണമെങ്കിലും ഞാൻ കഴിയാം. അതിനൊരു വിഷമവുമില്ല. അങ്ങയെ നമസ്കരിക്കുന്നു. പുരുഷാധ്യക്ഷ വിഷ്ണു, ഭക്തവത്സല നമോസ്തുതേ. അങ്ങനെ ജഗൽപതിയെ അഹല്യാദേവി അത്രയും സന്തോഷാതിരേകത്താൽ സ്തുതിക്കുന്നതാണ് ഈ ഭാഗം. ജയ് ശ്രീറാം. ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. താടകാവധം അഹല്യമോക്ഷം ആണ് നമ്മൾ ഇന്ന് കേട്ടത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കുമല്ലോ. കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ. അടുത്തൊരു കഥയുമായി വീണ്ടും കാണാം.